സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിൻ്റെ പാർട്ട് 2 ഭാഗമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ വെച്ചാണ് നിർത്തിയത്. ഇനി നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഡബിൾ ഫെർട്ടിലൈസേഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക ഇവൻ്റ് ആണ്. വേറെ ജിംനോസ്പേംസിലൊന്നും കാണില്ല. ഇത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു യുണീക്ക് ഇവൻ്റ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു മെയിൽ ഗാമീറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതായത് സ്റ്റിഗ്മയിലേക്ക് വീണ് 2 മെയിൽ ഗാമീറ്റ്സ് ആണ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിനർജിഡ്സിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു മെയിൽ ഗാമീറ്റ് കയറി അതിൻ്റെ എക്സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് കയറി ഫ്യൂസ് ചെയ്യുക. അതായത് ഒരു മെയിൽ ഗാമീറ്റ് നമ്മുടെ എക്സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ചെയ്യും. അതാണ് അവിടെ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് ആണ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറഞ്ഞതാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ അതായത് എക്സെല്ലിൻ്റെ ന്യൂക്ലിയസും ഈ നമ്മുടെ മെയിൽ ഗാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ മെയിൽ ഗാമീറ്റ് നമ്മുടെ സെൻട്രൽ സെല്ലായിട്ട് അടുത്ത മെയിൽ ഗാമീറ്റ് വന്ന് ഫ്യൂസ് ചെയ്യും. അതായത് അവർക്ക് 2 ന്യൂക്ലിയസ് ആണുള്ളത്. അപ്പോൾ അവിടെ ഒരു ട്രിപ്പിൾ ഫ്യൂഷനാണ് നടക്കുന്നത്. അതായത് 3 ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു ട്രിപ്പിൾ ഫ്യൂഷനാണ് നടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? നമ്മുടെ എക്സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് ആദ്യത്തെ മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? അവിടെ നമ്മുടെ സൈഗോട്ട് ഉണ്ടാവും. അതായത് എന്താ? ഡിപ്ലോയിഡ് സെല്ലായിട്ട് അത് മാറും. ആ ഫ്യൂഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഡിപ്ലോയിഡ് സെല്ലാണ് ഉണ്ടാവുക. ആ പ്രോസസ്സിനെ നമ്മൾ സിംഗമി എന്ന് പറയും. അതായത് നമ്മുടെ എക്സെല്ലിൻ്റെ ന്യൂക്ലിയസും മെയിൽ ഗാമീറ്റും തമ്മിലുള്ള ഫ്യൂഷൻ സിംഗമി എന്ന് പറയും. അപ്പോൾ അവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്, അത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. രണ്ടാമത്തെ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ പോളാർ സെൽസിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് എന്താ നമ്മുടെ അടുത്ത മെയിൽ ഗാമീറ്റ് വന്ന് ഫ്യൂഷൻ നടന്ന് അവിടെ ഒരു ട്രിപ്പിൾ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, പെൻ എന്ന് പറയും. ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, PEN. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഫ്യൂഷൻ ഉണ്ട്, സിംഗമിയും അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷനും. ഈ 2 ഫ്യൂഷൻ പ്രോസസ്സിനെ ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അതായത് നമ്മുടെ 2 മെയിൽ ഗാമീറ്റ് 2 പ്രാവശ്യം ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ എക്സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട്, ഒന്ന് പോളാർ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട്. പോളാർ സെല്ലിൽ അവിടെ 2 ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ട് അവിടെ ട്രിപ്പിൾ ഫ്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇനി നമ്മുടെ സെൻട്രൽ സെല്ല് അവിടുത്തെ ഫ്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ടാണ് അവിടെ മാറുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം സെല്ലാണ് പിന്നെ മാറാൻ നമ്മുടെ എൻഡോസ്പേമായിട്ട് മാറുന്നത്. നമ്മുടെ സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് മാറാം. അപ്പോൾ ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് എന്തായാലും പഠിക്കണം. ഇനി അടുത്തതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തത്, അതായത് പ്രീ ഉണ്ട്, ഫെർട്ടിലൈസേഷൻ പീരീഡ് ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പീരീഡ് ഉണ്ട്. ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പീരീഡിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എന്താ ഫ്യൂഷൻ നടന്നിട്ട് അവിടെ ഒരു എംബ്രിയോ ഉണ്ടാവും. ഈ എംബ്രിയോനെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എൻഡോസ്പേമിൻ്റെ കാര്യം പറഞ്ഞു. എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻറ്റ് വേണം. അതായത് പോളാർ സെൽസ് എൻഡോസ്പേമായിട്ട് മാറണം. അത് കഴിഞ്ഞാൽ ഒവ്യൂൾസ് സീഡായിട്ട് മാറണം, ഓവറി ഫ്രൂട്ടായിട്ട് മാറണം. ഈ ഒരു ഇവൻറ്റിനെ, ഇങ്ങനത്തെ കളക്റ്റീവായിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ, അതായത് ഈ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ്സിൻ്റെ പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇനി എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. ആ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുൻപ് തന്നെ ഉണ്ടായിരിക്കണം. എന്തെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ പ്രൈമറി എൻഡോസ്പേം സെൽ അവർ റിപ്പീറ്റായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുൻപ് തന്നെ നമ്മുടെ എൻഡോസ്പേം, അതായത് പ്രൈമറി എൻഡോസ്പേം സെൽസ് പ്രൈമറി ആണ് കേട്ടോ, എൻഡോസ്പേമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അവർ ആദ്യം എന്താ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂ ആയിട്ട് അവർ മാറും. ഈ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂവിൽ ധാരാളം റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ ന്യൂട്രീഷൻ,
എംബ്രിയോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷനും റിസർവ് ഫുഡ് മെറ്റീരിയലും സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നമ്മുടെ എൻഡോസ്പേം. അപ്പോൾ അത് നമ്മുടെ എൻഡോസ്പേം എംബ്രിയോന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് എൻഡോസ്പേം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുൻപ് തന്നെ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. ഇനി അപ്പോൾ നമ്മുടെ എൻഡോസ്പേം ഡെവലപ്മെൻറ്റിൽ നമ്മുടെ PEN, അതെന്ത്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അവർ റിപ്പീറ്റ് ചെയ്ത് ഡിവിഷൻ നടക്കും. ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമാണ് അവിടെ നടക്കുക. അതായത് സെൽ വാൾ ഫോം ചെയ്യില്ല. ആദ്യം ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യുക. അവിടെ ഒരു ന്യൂക്ലിയർ ഡിവിഷൻ റിപ്പീറ്റ് ചെയ്ത് നടന്ന് ഒരു ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ് ഉണ്ടാവും അവിടെ. അപ്പോൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്നാണ് അതിനെ പറയാം. ഇനി ഈ സബ്സിക്വൻ്റ് ആയിട്ട്, അതായത് ന്യൂക്ലിയർ ഡിവിഷന് ശേഷം ഫോം ചെയ്യുമ്പോൾ അവിടെ എൻഡോസ്പേം സെല്ലുലാർ ആയിട്ട് മാറും. ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ ആയിരുന്നു, അതിന് ശേഷമാണ് സെൽ വാൾ ഫോം ചെയ്യുക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെൻഡർ കോക്കനട്ട്, നമ്മുടെ കരിക്കെടുക്കുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ടിഷ്യൂ അല്ലേ. അതായത് അവിടെ എൻഡോസ്പേം ഫ്രീ ന്യൂക്ലിയർ കണ്ടീഷനാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കരിക്കെടുക്കുമ്പോൾ നമ്മുടെ കരിക്കിൻ്റെ വെള്ളത്തിൽ ഉള്ളത് ന്യൂക്ലിയസ് മാത്രമായിരിക്കും കൂടുതൽ. അവിടെ സെൽ വാൾ ഫോർമേഷൻ നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ അത് നാളികേരമായി മാറുമ്പോൾ നമ്മൾ ആ മുറി എടുക്കുമ്പോൾ കാണില്ല, ആ വൈറ്റ് കളർ കെർണൽ, അതിനെ പറയാൻ അതാണ് എൻഡോസ്പേം സെൽ വാള് വെക്കുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റേജ്. കരിക്കെടുക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര നൈസല്ല, ടെൻഡർ ആയിട്ടുള്ളതാണ്. അതാണ് അതായത് ന്യൂക്ലിയർ സ്റ്റേജും മറ്റേത് സെൽ വാൾ ഫോം ചെയ്തിട്ടുള്ളൊരു സ്റ്റേജും. ആ ഒരു ഈ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, ഏർലി എൻഡോസ്പേം ഡെവലപ്മെൻറ്റിൽ ന്യൂട്രീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ പനിയൊക്കെ വരുമ്പോഴും കരിക്ക് കുടിക്കാനൊക്കെ പറയില്ലേ. ഇപ്പോൾ എന്തെങ്കിലും വയ്യായ വന്നാൽ നമ്മൾ കരിക്ക് കുടിക്കാൻ തോന്നും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ കരിക്ക് കുടിക്കുമ്പോൾ അതിൽ ധാരാളം ന്യൂട്രീഷൻ ഉണ്ട്. അപ്പോൾ അത് അതാണ് ഒരു എക്സാമ്പിൾ, എൻഡോസ്പേമിൻ്റെ ഒരു എക്സാമ്പിൾ അതാണ്. ഇനി ചിലപ്പോൾ ചില ഫുഡ് ക്രോപ്സിൽ, അതായത് ഗ്രൗണ്ട് നട്ട് നമ്മൾ അതൊക്കെ എടുക്കുകയാണെങ്കിൽ എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യും. ചിലതിൽ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യും, ചിലതിൽ പാർഷ്യലായിട്ട്, ചിലതിൽ ഏർലി സ്റ്റേജ്, അതായത് ടെൻഡർ കോക്കനട്ട് ഒക്കെ എടുക്കുമ്പോൾ അവിടെ ന്യൂക്ലിയർ സ്റ്റേജാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് എൻഡോസ്പേം. വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം, തീർച്ചയായും പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് എംബ്രിയോനെ കുറിച്ച് പഠിക്കാം. സൈഗോട്ട് എംബ്രിയോ ആയിട്ടാണ് മാറുക. നമ്മുടെ സൈഗോട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണത് കാണാം? നമ്മുടെ മൈക്രോപൈലർ എൻഡിലാണ് സൈഗോട്ടിന് കാണാം. ആ സൈഗോട്ട് ആണ് എംബ്രിയോ ആയിട്ട് മാറാം. അപ്പോൾ എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് മൈക്രോപൈലർ എൻഡിലാണ്. പിന്നെ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത അളവിൽ നമ്മുടെ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൈഗോട്ടിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോന് ന്യൂട്രീഷൻ അല്ലെങ്കിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ കൃത്യമായിട്ട് കിട്ടണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡാപ്റ്റേഷൻ ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജസ്, സൈഗോട്ടിൽ നിന്ന് പ്രോ എംബ്രിയോ ആയിട്ട് മാറും. പിന്നെയും എൻഡോസ്പേം കൺസ്യൂം ചെയ്ത് ഡിവൈഡ് നടക്കാം. എന്നിട്ടത് ഗ്ലോബുലാർ ഷേപ്പുള്ളൊരു എംബ്രിയോ ആയിട്ടാണ് പിന്നീട് മാറാം. അതിനുശേഷം അത് ഹാർട്ട് ഷേപ്പിടും. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് മെച്ചുറാണത്. ഈ ഹാർട്ട് ഷേപ്പിഡ് അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ ഷേപ്പ് എന്നാണ് ഈ എംബ്രിയോനെ പറയും. അതൊരു പോയിന്റ്, ആ ഒരു ഹാർട്ട് ഷേപ്പ് അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ ഷേപ്പ്ഡ് എംബ്രിയോ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജസ് നമ്മൾ പഠിച്ചിരിക്കണം. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ ഷേപ്ഡ് എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മെച്യൂർ എംബ്രിയോ. അപ്പോൾ ലാസ്റ്റ് എൻഡോസ്പേം ഫുള്ളി കൺസ്യൂം ചെയ്യാം, ചിലപ്പോൾ കുറച്ച് ബാക്കി വെക്കാം. അങ്ങനെയാണ് നമ്മുടെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇനി നമ്മളുടെ മോണോകോട്സും ഡൈക്കോട്സും ഇവർ രണ്ട് പേർക്കും ഏർലി സ്റ്റേജസിൽ, അതായത് തുടക്കത്തിൽ ഇവരുടെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഒരുവിധം
ഒരു ടിപ്പിക്കൽ എംബ്രിയോ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ടിപ്പിക്കൽ ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോ എടുക്കുകയാണെങ്കിൽ 2 ഭാഗം കാണാം. ഒരു എംബ്രിയോണൽ ആക്സിസും അതുപോലെ തന്നെ 2 കോട്ടിലിഡൻസും. ഡൈക്കോട്ട് ആയതുകൊണ്ട് 2 കോട്ടിലിഡൻസ് കാണാം. ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ എംബ്രിയോണൽ ആക്സിസിന്റെ എബവ് ഉള്ള പോർഷന് നമ്മൾ എപ്പികോട്ടൈൽ എന്ന് പറയും. ഈ എപ്പികോട്ടൈൽ ടെർമിനേറ്റ് ചെയ്യുന്നത് എന്തിലാ? ഷൂട്ട് ടിപ്പ് അല്ലെങ്കിൽ സ്റ്റെം ടിപ്പിലായിരിക്കും ഈ എപ്പികോട്ടൈൽ അവസാനിക്കുന്നത്. അതിനെ പ്ലിമ്യൂൾ എന്നും പറയും. ഇനി ഈ എംബ്രിയോണൽ ആക്സിസിന്റെ താഴ്ഭാഗത്തുള്ള പോർഷൻ അതിന് ഹൈപ്പോകോട്ടൈൽ എന്ന് പറയും. അത് ടെർമിനേറ്റ് ചെയ്യുന്നത് റൂട്ട് ടിപ്പ് അല്ലെങ്കിൽ റാഡിക്കിളിലേക്കാണ്. ഈ റൂട്ട് ടിപ്പ് റൂട്ട് ക്യാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ടിപ്പിക്കൽ മോണോകോട്ടിലിഡനസ് എംബ്രിയോ നോക്കുകയാണെങ്കിൽ അതിന് ഒരു കോട്ടിലിഡനേ ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവരെ മോണോകോട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗ്രാസ് ഫാമിലിയിൽപ്പെട്ട ഈ ഒരു കോട്ടിലിഡന് സ്ക്യൂട്ടെല്ലം എന്നാണ് പറയാം. ഗ്രാസ് ഫാമിലിയിൽ കോട്ടിലിഡന് സ്ക്യൂട്ടെല്ലം എന്നാണ് പറയാം ഈ മോണോകോട്സിൽ. ഈ ഗ്രാസ് ഫാമിലീൻ്റെ ലാറ്ററൽ സെക്ഷൻ LS നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വരച്ച് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വരച്ച് നന്നായി പഠിക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ എംബ്രിയോണൽ ആക്സിസിൻ്റെ എബോവ് ഭാഗത്ത് എപ്പികോട്ടൈൽ കാണാം. ഈ എപ്പികോട്ടൈലിൽ കുറച്ച് ഒരു ചെറിയൊരു ഷോർട്ട് എപ്പെക്സും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫോളിയാർ സ്ട്രക്ചേഴ്സ്, അതായത് ലീഫ് പ്രൈമോഡിയ, ഇലകൾ ഇങ്ങനെ ജസ്റ്റ് പൊട്ടിമുളയ്ക്കുന്ന ഒരു സമയമില്ലേ, ആ ഒരു ക്ലസ്റ്റർ, ഒരു ചെറിയൊരു ക്ലസ്റ്റർ പോലെ കാണാം. ആ ഒരു സ്ട്രക്ചറിനാണ് കോളിയോപ്റ്റൈൽ എന്ന് പറയുക. അപ്പോൾ റൂട്ട് ഭാഗത്ത് കാണുന്നതിന് കോളിയോറൈസ എന്നും ഷൂട്ട് ഭാഗത്ത് സ്റ്റെം ഭാഗത്ത് കാണുന്നതിന് കോളിയോപ്റ്റൈൽ എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് എംബ്രിയോ. നോൺ ആൽബുമിനസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എൻഡോസ്പേമിൻ്റെ ബാക്കി ഉണ്ടാവില്ല. അതായത് എൻഡോസ്പേം ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ. ഇനി ആൽബുമിനസ് ആണെങ്കിലോ അവരിൽ കുറച്ച് എൻഡോസ്പേം റീറ്റെയിൻ ചെയ്തിരിക്കും, കുറച്ച് ബാക്കി ഉണ്ടാവും. അതാണ് ആൽബുമിനസ്. 2 ടൈപ്പ് പറഞ്ഞു, നോൺ ആൽബുമിനസും ആൽബുമിനസും. ഇനി ചില സീഡ്സ് ന്യൂസെല്ലസ് പറഞ്ഞില്ലേ, നമ്മളൊരു ഔട്ടർ ലെയർ പറഞ്ഞില്ലേ, ഈ ന്യൂസെല്ലസിൻ്റെ കുറച്ച് ബാക്കി വയ്ക്കും. അപ്പോൾ ഈ ന്യൂസെല്ലസ് കുറച്ച് ബാക്കി വയ്ക്കുകയാണെങ്കിൽ അത് കാണപ്പെടുന്നത് ബ്ലാക്ക് പെപ്പറിലൊക്കെയാണ് അത് കാണാം. അതിനെ പെരിസ്പേം എന്നാണ് പറയാം. എൻഡോസ്പേം അല്ലാണ്ട് തന്നെ ന്യൂസെല്ലസിൻ്റെ കുറച്ച് ബാക്കി വയ്ക്കുന്നതിന് ആണ് പെരിസ്പേം എന്ന് പറയാം. ഇനി സീഡ്സിൻ്റെ ഇൻടെഗ്മെൻറ്റ്സ് അവർ കുറച്ച് ഹാർഡൻ ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ടായിട്ട് മാറും. ഇൻടെഗ്മെൻറ്റ്സ് കുറച്ച് ഹാർഡൻ ചെയ്തിട്ട് പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ടായിട്ട് മാറും. പിന്നെ മൈക്രോപൈലോ ഈ സീഡിൻ്റെ ഒരു, ഇപ്പോൾ നമ്മൾ കടലൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഓപ്പണിങ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഒരു ചെറിയൊരു പോറുണ്ട്, ആ ഒരു പോറിനെയാണ് മൈക്രോപൈൽ എന്ന് പറയാം. അപ്പം മൈക്രോപൈൽ ഒരു സ്മോൾ പോറായിട്ട് അവിടെ ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സീഡ് കോട്ടിൻ്റെ ഓപ്പണിങ്ങിനെയാണ് മൈക്രോപൈൽ എന്ന് പറയുക. അവിടെ ഓക്സിജൻ്റെ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ, ഇപ്പോൾ ജെർമിനേഷൻ്റെ സമയമാകുമ്പോൾ സീഡ് നമ്മൾ നട്ടു എന്ന് വയ്ക്കുക. ആ നടുന്ന സമയത്ത് ഓക്സിജനും വാട്ടറും സീഡിൻ്റെ അകത്തേക്ക് കയറണമല്ലോ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മൈക്രോപൈൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സീഡ് മെച്യൂർ ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു വരും. സീഡ് മെച്യൂർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അപ്പോൾ ഒരു സീഡ് ഡ്രൈ ആവും, റിലേറ്റീവ്ലി ഡ്രൈ ആവും. അതായത് മൊത്തത്തിൽ ഡ്രൈ ആവല്ല, ഒരു സീഡ് വളർന്നു വരുമ്പോൾ കുറച്ച് ഇവരുടെ ജനറൽ മെറ്റബോളിക് ആക്ടിവിറ്റി കുറഞ്ഞു വരും. ഇനി എന്താണെന്ന് വെച്ചാൽ ഇവരൊരു സ്റ്റേറ്റ്, ഇങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറഞ്ഞൊരു സ്റ്റേറ്റിനെയാണ് ഡോർമെൻസി എന്ന് പറയുക. അതായത് അവർ ഇനാക്റ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ സീഡ് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അവർ മുളയ്ക്കില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അതൊരു ഡോർമെൻറ്റ് സ്റ്റേജ്. അത് അവർ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണത്, ഡോർമെൻസി. പിന്നീട് നമ്മളത് ഇപ്പോൾ ഫേവറബിൾ ക്ലൈമറ്റിക് കണ്ടീഷനിൽ അല്ലെങ്കിൽ വാട്ടർ ഓക്സിജനൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് ജെർമിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഈ ഒവ്യൂൾസ് ആണ് സീഡായിട്ട് മാറുക.
ഓവറി ഫ്രൂട്ടായിട്ട് മാറും. പിന്നെ എന്താ വാൾ ഓഫ് ഫ്രൂട്ടിനെ പറയുന്നതാണ് പെരികാർപ്പ്. ഫ്രൂട്ടിൻ്റെ വാളിന്, അതായത് നമ്മളിപ്പോൾ മാമ്പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി, അതിനെയാണ് പെരികാർപ്പ് എന്ന് പറയാം. ഇനി ചില ഫ്രൂട്ട്സ്, അതായത് ആപ്പിൾ, സ്ട്രോബെറി, ഇങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ തലാമസിൽ നിന്നും ഉണ്ടാവുന്ന ഫ്രൂട്ട്സാണ് ഇവരൊക്കെ. അപ്പോൾ ആ ഒരു ഫ്രൂട്ട് ഫോർമേഷന് ഫാൾസ് ഫ്രൂട്ട്സ് എന്നാണ് പറയാം. അതായത് തലാമസിന്നാണ് ഇവർ ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത്, ഓവറിന്നല്ല. അതിന് ഫാൾസ് ഫ്രൂട്ട് എന്നാണ് പറയും. പക്ഷെ എന്താ ഓവറിന്ന് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയാം. ഓക്കെ. ഇനി ചില കേസിൽ ഫ്രൂട്ട്സ് ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് തന്നെ ഉണ്ടാവും. അതായത് ഫ്രൂട്ട് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതിനാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയാം. ഇതിൻ്റെ എക്സാമ്പിൾ ബനാന ആയിരിക്കും. ബനാന ആണ്, അവർക്ക് സീഡ് ഉണ്ടാവില്ല, സീഡ്ലെസ് ആയിരിക്കും. അതുപോലെ ഈ ഒരു പാർത്തനോകാർപ്പി നമുക്ക് എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഗ്രോത്ത് ഹോർമോൺസ് ഇൻജെക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് സീഡ്ലെസ് മുന്തിരിയൊക്കെ വാങ്ങാറില്ലേ, അത് തന്നെ. ഇനി നമുക്ക് അപ്പോമിക്സിസും പോളി എംബ്രിയോണിനെ കുറിച്ച് പഠിക്കാം. സീഡ്സ് നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റാണ് സീഡ്സ്. പക്ഷെ ചില സ്പീഷീസിൽ ലൈക്ക് ആസ്റ്ററേഷ്യ അല്ലെങ്കിൽ ഗ്രാസ്, ഈ ഒരു സ്പീഷീസ് ഒരു സ്പെഷ്യൽ മെക്കാനിസം ഇവോൾവ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് തന്നെ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇവൻറ്റിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയാം. അതായത് അവർ അസെക്ഷൽ റീപ്രൊഡക്ഷന് ആണ് കാണിക്കുക, പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷന് മിമിക് ചെയ്യും. അങ്ങനെ അതിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഇനി ചില കേസിൽ ലൈക്ക് മാംഗോ, സിട്രസ് ഒക്കെ നോക്കില് അവരുടെ എംബ്രയോ സാക്കിന് ചുറ്റും കാണുന്ന ന്യൂസിലസ് ലെയർ ഡിവൈഡ് ചെയ്യും. അവർ ഡിവൈഡ് ചെയ്തിട്ട് എംബ്രയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് എംബ്രയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു എംബ്രയോ അല്ല, എംബ്രയോസ് ആയിട്ട്, അതായത് ഒന്നിലധികം എംബ്രയോസ് ആയിട്ട് അവിടെ ഡെവലപ്മെന്റ് നടക്കും. സോ ഈച്ച് ഒവ്യൂൾ കണ്ടെയ്ൻ മെനി എംബ്രയോസ്. ആ ഒരു കണ്ടീഷനെയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് അശ്വതി ശങ്കർ, സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ഓൺ ബയോളജി ആശാൻ. താങ്ക് യു.